സ്വിച്ച് ഓൺ ആക്കാം. യെസ് ഗൈസ്, സ്വിച്ച് ഓൺ ആയി കത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്കൊരു LED ബൾബ് കണക്ട് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഫ്ലിക്കറിങ്ങോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. നോ ഗൈസ്, ഫ്ലിക്കറിങ് കാര്യങ്ങളൊന്നുമില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് തമ്മിലും കണ്ടപ്പോഴേ മനസ്സിലാക്കണം, ഒരു മിനി ഇൻവെർട്ടറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 12 വോൾട്ടിൻ്റെ എൻ്റെ ഒരു പഴയ ബൈക്കിൻ്റെ ബാറ്റിൽ നിന്നാണ് ഈ ഇൻവെർട്ടർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്, വളരെ കുറച്ച് മൊഡ്യൂളുകളുടെ ആവശ്യം മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ ആ മൊഡ്യൂളുള്ള മെഡിക്കൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു ഇൻവെർട്ടറിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന 150 വാട്ട്സ് വരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 150 വാട്ടിന് താഴെ വരുന്ന എല്ലാ ഉപകരണങ്ങളും നമുക്ക് ഇതിനകത്ത് പ്രവർത്തിക്കാൻ പറ്റും. അതായത് നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ, നമുക്ക് വൈഫൈയുടെ മോഡം, അതുകൊണ്ട് തന്നെ നമ്മുടെ അത്യാവശ്യം ബൾബുകളെല്ലാം നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോയിൽ പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നത് ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇടുന്ന വീഡിയോ അപ്പോൾ കിട്ടാനായിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇൻവെർട്ടറിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന ചാർജിങ്ങിൻ്റെ മൊഡ്യൂൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ചാർജിങ്ങിൻ്റെ മൊഡ്യൂൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു KDP UPSൻ്റെ ട്രാൻസ്ഫോമറാണ്. നിങ്ങൾ നമുക്ക് ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന ട്രാൻസ്ഫോമറിന് കംപ്ലൈൻറ്റ് ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. ഇനി നമുക്ക് ഇതിനകത്ത് സെക്കൻഡറി വൈൻഡിങ്ങിൽ നിന്നുള്ള ഇൻസുലേഷൻ ചെറുത് റിമൂവ് ചെയ്യാം. സെക്കൻഡറി വൈൻഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ UPSൻ്റെ ബാറ്ററിയിലോട്ട് പോകുന്ന കണക്ഷനാണ് സെക്കൻഡറി വൈൻഡിംഗ് എന്ന് പറയുന്നത്. ഈ വരുന്ന കണക്ഷനാണ് ഇതിൻ്റെ സെക്കൻഡറി ലൈന്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ AC വോൾട്ടേജ് വരുന്ന ലൈനാണ്. ഇത് സെക്കൻഡറി ലൈന്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഭാഗത്തെ ഇൻസുലേഷൻ ഒന്ന് റിമൂവ് ചെയ്യാം. വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ വൈൻഡിങ്ങിൻ്റെ ഇൻസുലേഷൻ കട്ട് ചെയ്യാനായിട്ട്. അകത്തെ വയറിങ്ങിനൊന്നും ഒരു കുഴപ്പവും വരാത്ത രീതി വേണം നമ്മളിത് കട്ടിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഇൻസുലേഷൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കാണുന്ന 2 വയറല്ലേ, ഈ 2 വയറിനകത്തെ ഫുള്ള് സോൾഡ് ചെയ്ത് ഈ ഒരു കണക്ഷനെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ അവിടുത്തെ കണക്ഷനെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു മൾട്ടിമീറ്ററിൻ്റെ ആവശ്യമുണ്ട്. മൾട്ടിമീറ്റർ നമുക്ക് ബസർ മോഡിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഓരോരോ വയറിലിട്ട് മുട്ടിച്ച് നോക്കാം. ഓക്കെ, ഇതും ഈ വയറും ഒരേ കണക്ഷനാണ്. അതുപോണക്കപ്പം ഈ വയറും ഒരേ കണക്ഷനാണ്. കണ്ടില്ലേ? അതായത് ഈ വയറിൻ്റെ എൻഡാണിത്, അതുകൊണ്ട് ഈ വയറിൻ്റെ എൻഡാണിത്. ഇതിങ്ങനെ ചുറ്റി ഇതിനകത്ത് വെച്ചേക്കുക. ഇനി നമുക്കിതൊരു സീരീസ് കണക്ഷനായിട്ട് കൊടുക്കണം. സീരീസ് കണക്ഷനായിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് കണക്ഷൻ ഇല്ലാത്ത 2 വയർ തമ്മിൽ ബന്ധം കൊടുത്താൽ മതി. നമുക്ക് ഈ വയറും തമ്മിൽ കണക്ഷൻ ചെയ്യാം. കണ്ടില്ലേ? ഇപ്പോൾ ഇതൊരു സീരീസ് കണക്ഷനായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രാൻസ്ഫോമറിൻ്റെ പുറകിൽ ഇത് കണക്ക് പല കളറുള്ള 4 വയർ കാണാം. ഇതിനകത്ത് ബ്ലാക്ക് വയറിനെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ഈ വയർ നമ്മളൊരു 2 പിൻ സോക്കറ്റിലോട്ട് കണക്ട് ചെയ്യുകയാണ്. ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത് കണക്കൊരു ചെറിയ ഇൻസുലേഷനൂടെ ഒട്ടിച്ചു കൊടുക്കുവാണ്. നിങ്ങളിതൊക്കെ ചെയ്യുന്ന സമയത്ത് ഫുള്ള് നമ്മുടെ സേഫ്റ്റി അതിൽ നോക്കണം, എന്നിട്ട് ഇതൊക്കെ ചെയ്യാവൂ. ഇനി ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് 3 വയറുകൾ വരുന്നുണ്ട്, 3 കളർ വയറുകൾ വരുന്നുണ്ട്. ഈ വയറുകൾ ഓരോന്നായിട്ട് നമുക്ക് ഇനി ഓരോ 2 പിന്നിൽ കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട് എത്ര വരുന്നുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഗ്രീൻ വയർ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഈ 2 പിൻ സോക്കറ്റ് ഒരു പവർ സപ്ലൈയിലോട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് മൾട്ടിമീറ്റർ ACയിലോട്ട് മാറ്റിയിടാം. ഔട്ട് കാണിക്കുന്ന 12 വോൾട്ടാണ്. നമുക്കൊരു 12 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി 12 വോൾട്ട് തന്നെ കിട്ടിയാൽ ശരിയാവത്തില്ല, നമുക്ക് അതിൽ കൂടുതലൊരു വോൾട്ട് കിട്ടണം. ഓക്കെ, യെല്ലോ കണക്ഷൻ കൊടുത്തു. ഓക്കെ, യെല്ലോയ്ക്കകത്ത് 14 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വോൾട്ട് മതിയാവും 12 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 2 കണക്ഷനാണ് എടുക്കേണ്ടത്. ഇത് 2 നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ട, ഇത് നമുക്ക് ഇൻസുലേഷൻ ചെയ്ത് മാറ്റി വെച്ചാൽ മതി. ഇനി നമ്മൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട് റെഡിയാക്കി വെച്ചേക്കുന്നത് നമുക്ക് 2 വയർ പുറത്തോട്ട് എടുക്കാം. ഈ 2 വയറേയും ക്ലിപ്പ് ഇട്ടാണ് എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് സോൾഡിങ് പിടിക്കുന്നില്ല. ഒരു ക്ലിപ്പിൻ്റെ സഹായത്തോടെ ഞാൻ പുറത്തോട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെ 2 വയർ നമ്മൾ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലത്തെ ഒരു തടിയുടെ പീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റാൻഡായിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ട്രാൻസ്ഫോമർ ഇതിലിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഡബിൾ സൈഡിന് ടേപ്പിൻ്റെ സഹായത്തോടെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഇതവിടെ ഫിക്സ്ഡായിട്ട് ഇരുന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടി നമുക്ക് 35 ആംപിയറിൻ്റെ റെക്ടിഫയർ ആണ്. ഈ റെക്ടിഫയർ ഞാൻ ഈ തടിയിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ റെക്ടിഫയർ ഇതേ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ട്രാൻസ്ഫോമറായിരുന്ന ഈ 2 കണക്ഷൻ നമുക്ക് ഈ റെക്ടിഫയറിൽ കൊടുക്കാം. റെക്ടിഫയറിൻ്റെ AC എന്നുള്ള കണക്ഷനിലാണ് ഇത് കൊടുക്കേണ്ടത്. ഇതൊരു ലെഗ്, ഇതിന് നേരെ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ലെഗാണ്, ക്രോസ് ആയിട്ടിരിക്കുന്ന ലെഗാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കണക്ഷൻ കൊടുക്കാം, രണ്ടാമത്തെ കണക്ഷൻ കൂടെ കൊടുക്കാം. ഇനി റെക്ടിഫയറിൻ്റെ ഈ 2 ലെഗിൽ നിന്ന് നമുക്ക് ഔട്ട് എടുക്കാം. ഔട്ട് എടുക്കാൻ വേണ്ടി 2 പിന്ന് ഞാൻ ഇതുകൊണ്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പിന്നിൻ്റെ ഇതുകൊണ്ട് ജോയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഒരു വയറൂടെ. റെക്ടിഫയറിൻ്റെ പോസിറ്റീവ് ലെഗിൽ നിന്ന് ഈ റെഡ് വയർ ഞാൻ എടുക്കുന്നു. അതുകൊണ്ട് നെഗറ്റീവ് ലെഗിൽ നിന്ന് ഞാൻ ഈ ബ്ലൂ വയറും എടുക്കുന്നു. ഓക്കെ,
ഇനി നമുക്ക് ഇത് കണക്ക് 2200 UF 35 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ ആവശ്യമാണ്. ഈ കപ്പാസിറ്റർ നമുക്ക് ഈ തടിയിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ലെഗിലോട്ട് നമ്മൾ റെക്ടിഫയർ ഇടുന്ന പോസിറ്റീവ് ലെഗ് സോൾഡ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് തന്നെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ലെഗിലോട്ട് റെക്ടിഫയർ എന്ന നെഗറ്റീവ് ലെഗ് നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ റെക്ടിഫയറിൽ നിന്ന് വരുന്ന നെഗറ്റീവും പോസിറ്റീവും നമ്മൾ കപ്പാസിറ്റർ സോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സപ്ലൈനെയും കൊടുത്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എത്ര വരുന്നുണ്ടെന്ന് നോക്കാം. ഒരു 19 വോൾട്ടേജ് ഔട്ട് കാണിക്കുന്നുണ്ട്. ഒരിക്കലും ഈ 18-19 വോൾട്ടേജ് നമുക്ക് ബാറ്ററിയിൽ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. ബാറ്ററി പെട്ടെന്ന് തന്നെ ഡാമേജ് ആകും. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചാർജിങ് മോഡ്യൂളാണ്. ഇത് 30 ആമ്പിയർ വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാർജിങ് മോഡ്യൂളാണ്. ഇതെല്ലാം മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ഇതിനകത്ത് വരുന്നത് ബാറ്ററിയിലോട്ട് പോകുന്ന കണക്ഷനും അതുകൊണ്ട് ചാനലിൽ നിന്ന് വരുന്ന കണക്ഷൻ കൊടുക്കാനുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് സോൾഡറിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എത്ര വോൾട്ടേജ് ബാറ്ററി കട്ട് ഓഫ് ആവണം, എത്ര വോൾട്ടേജ് ചാർജ് ചെയ്യാൻ തുടങ്ങുന്നതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതോടെ നമ്മുടെ ഇതിനകത്തോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ട്രാൻസ്ഫോമറിൽ വരുന്ന 2 കണക്ഷൻ നമുക്ക് ഇതിലോട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് ലൈനാണ് ഏറ്റവും അങ്ങേയറ്റത്തിരിക്കുന്നത്, അത് ആദ്യം കൊടുക്കാം. അങ്ങനെ നമ്മൾ ട്രാൻസ്ഫോമറിൽ നിന്ന് റെക്ടിഫയറിൽ നിന്ന് കപ്പാസിറ്ററിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ട് വരുന്ന നെഗറ്റീവും പോസിറ്റീവും കറണ്ട് നമ്മൾ ഇതുകൊണ്ട് ഇതിൽ കണക്ഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലൈൻ ഒന്ന് കൊടുത്ത് നോക്കി ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചാർജ് മോഡ്യൂൾ സെറ്റ് ചെയ്യാം. അതിന് നമുക്ക് ഈ സെറ്റ് ബട്ടൺ ഡൗൺ അപ്പോൾ ഇങ്ങനെ 3 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സെറ്റ് ബട്ടനെ ഒരു 2 മിനിറ്റ് ഹോൾഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം സെറ്റ് ചെയ്യാനാണ് വന്നേക്കുന്നത്. നമുക്ക് അപ്പം ആദ്യം സെറ്റ് ചെയ്യാം. നമുക്ക് എത്ര വോൾട്ടേജ് ഇത് കട്ട് ഓഫ് ആവണം എന്നുള്ളതാണ് നമ്മളിത് എടുത്തേക്കുന്നത്. ഈ അപ്പ് ബട്ടനെ ചെക്കുന്ന നേരത്ത് മുകളിലോട്ട് പോയും ഡൗൺ ബട്ടനെ ചെക്കുന്ന താഴോട്ട് വരികയും ചെയ്യും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ വെക്കുന്നത് 13.5 വോൾട്ട് ആകുമ്പം ബാറ്ററി കട്ട് ഓഫ് ആവാനാണ്, ചാർജ് ചെയ്യുന്നത് നിർത്താനാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചാർജ് ചെയ്യാൻ തുടങ്ങുന്നത് 12 വോൾട്ട് ആകുമ്പോൾ ചാർജ് ചെയ്യാനും തുടങ്ങുന്ന രീതി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. 13.5 വോൾട്ടിൽ ചാർജിങ് കട്ട് ഓഫ് ആവാനും അതുകൊണ്ട് തന്നെ 12 വോൾട്ട് തിരിച്ചു വരുന്ന സമയത്ത് ചാർജ് ചെയ്യാനും തുടങ്ങുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഇൻവെർട്ടർ ഉണ്ടാക്കുന്നതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബോർഡാണ്. ഇതാണ് 12 വോൾട്ടിൻ്റെ ഇൻവെർട്ടർ ബോർഡ്. അതായത് 12 വോൾട്ട് സപ്ലൈ 220 വോൾട്ടായിട്ട് ഔട്ട് തരുന്ന ഒരു ബോർഡാണിത്. ഇതൊരു 150 വാട്ട്സ് കപ്പാസിറ്റി ഉള്ളൊരു ബോർഡാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തന്നെ പല വേരിയൻ്റ് ഉണ്ട്. 150 വാട്ട്, 200 വാട്ട്, അതുകൊണ്ട് 100 വാട്ട്സ്. അപ്പോൾ നമ്മൾ ഈ വാട്ട്സ് നോക്കി എടുക്കുമ്പോൾ നമുക്ക് വില വ്യത്യാസമുണ്ട്. 100 വാട്ടിനൊക്കെ വളരെ തുച്ഛമായ പൈസയേ ഉള്ളൂ. അതുകൊണ്ട് 150 വാട്ട്, 200 വാട്ടൊക്കെ വരുമ്പോൾ ശകല എമൗണ്ട് കൂടി വരും. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ബോർഡിനകത്ത് കൊടുക്കാനുള്ള മാക്സിമം കപ്പാസിറ്റിയാണ് 150 വാട്ട്. അപ്പോൾ നമ്മളൊരു ഇലക്ട്രോണിക് ഉപകരണത്തിൻ്റെ എല്ലാത്തിൻ്റെയും പുറത്ത് എഴുതി വെച്ചേക്കും അത് എത്ര വാട്ട് കൺസ്യൂം ചെയ്യുന്നതെന്ന് അതിൻ്റെ പുറത്ത് എഴുതി വെച്ചിരിക്കും. അപ്പോൾ അതിന് അപ്പുറം ഒരു വോൾട്ടേജ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ 100 വാട്ട് ആണെങ്കിൽ ആ 100 വാട്ട് പുറത്തുള്ള 150 വാട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം നമുക്ക് ആ ബോഡി കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് 150 വാട്ടിൻ്റെയാണ്. ഈ 150 വാട്ടിന് പുറത്തുള്ളൊരു ഉപകരണം നമുക്കിതേ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഔട്ട് വരുന്ന സപ്ലൈ ആണ് ഇതാണ്. 220 വോൾട്ട് ഔട്ട് വരുന്ന സപ്ലൈ ഇതാണ് ബാറ്ററിയിൽ നിന്ന് വരുന്ന സപ്ലൈ. അപ്പോൾ നമുക്ക് ഈ ബോർഡൂടെ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഞാൻ ഓൺലൈനാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ബോർഡ് ഇച്ചിരി സേഫായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 4 തടിയുടെ പീസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ടാണ് ഞാൻ ഇത് വെക്കുന്നത്. ഇനി നമുക്ക് ഇൻവെർട്ടറിലോട്ട് വന്ന ബാറ്ററി ലൈനും അതുകൊണ്ട് തന്നെ നമ്മുടെ ചാർജിങ് മൊഡ്യൂളിൽ നിന്ന് ബാറ്ററി ലൈനും ഒരുമിച്ചെടുക്കാം. നേരെ ഡയറക്റ്റ് ബാറ്ററിയിൽ കൊടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണ്. നമുക്ക് ഒറ്റ സർക്യൂട്ട് എല്ലാം കിട്ടും. പോസിറ്റീവ് വയർ ഞാൻ ഇതുകൊണ്ട് പിരിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നെഗറ്റീവ് വയറും ഇതുകൊണ്ട് പിരിച്ചെടുക്കുകയാണ്. നമ്മളിപ്പോൾ കണക്ട് ചെയ്തെടുത്ത ഇൻവെർട്ടറിലോട്ട് പറഞ്ഞ ബാറ്ററിയുടെ കണക്ഷനും അതുകൊണ്ട് തന്നെ നമുക്കിനി ചാർജ് മൊഡ്യൂളിലോട്ട് വന്ന ബാറ്ററിയുടെ കണക്ഷനും നമ്മൾ ഇതുകൊണ്ട് ഒരുമിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണക്ക് നമ്മുടെ ചാർജ് മൊഡ്യൂളിൽ തന്നെ കൊടുക്കാം. അതാകുമ്പോൾ ഒരു പിന്നായിട്ടിരുന്നോളും. ആദ്യം നെഗറ്റീവ് ഞാൻ കണക്ട് ചെയ്യണം. നെഗറ്റീവ് അങ്ങേ അറ്റത്തെ ലൈനാണ്. നെഗറ്റീവ് കണക്ട് ചെയ്തു. ഇനി അടുത്തത് പോസിറ്റീവ് ലൈനൂടെ. നമ്മൾ നെഗറ്റീവും പോസിറ്റീവും 2 ലൈൻ എടുത്തിട്ടുണ്ട്. ഇത് 2 ബാറ്ററിയിലോട്ട് വന്ന കണക്ഷനാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചാർജ് മോഡിലോട്ട് വന്ന ബാറ്ററി കണക്ഷൻ അതുകൊണ്ട് തന്നെ ഇൻവെർട്ടറിൽ വന്ന ബാറ്ററി കണക്ഷൻ നമ്മൾ ഒരുമിച്ചെടുത്തതേ ഉള്ളൂ. രണ്ടും ഇവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ ഈ ഒരൊറ്റ സ്ക്രൂവിനകത്ത് കയറ്റി ടൈറ്റ് ചെയ്തതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അല്ലെങ്കിൽ നമ്മൾ 2 വയർ ബാറ്ററിയിലോട്ട് പോകേണ്ടി വരും. ഇനി അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതുകൊണ്ട് 2 പിൻ സോക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ 2 പിൻ സോക്കറ്റ് ഞാൻ ഇതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്ത് വെച്ച് ട്രാൻസ്ഫോമറിൻ്റെ വയറിലോട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. AC വോൾട്ടേജ് നോക്കുമ്പോൾ പൊളാരിറ്റി നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് ഏതെങ്കിലും കൊടുത്താൽ മതി. ഇനി ആ കണക്ഷൻ നമുക്ക് ഇൻസുലേഷൻ ഇട്ട് മറച്ചു കൊടുക്കാം. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇൻസുലേഷൻ ഇടണം എല്ലായിടത്തും. ഞാനിപ്പോൾ ഓപ്പണായിട്ടാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ ഓപ്പണായിട്ട് ചെയ്തേക്കുന്നുണ്ട്. പലയിടത്തും ഞാൻ ഇൻസുലേഷൻ ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പം ഇതെല്ലാം സേഫായിട്ട് വെക്കണം. ഇതൊരു ബോക്സിനകത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മളതങ്ങനെ ഇൻസുലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും ചെയ്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ നോക്കാൻ വേണ്ടി ഞാൻ ഇത് കണക്ക് ഒരു 60 വാട്ട്സിൻ്റെ ഒരു ബൾബ് എടുത്തിട്ടുണ്ട്. ഈ ബൾബ് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ ആദ്യം. ഇതാണ് ഇതിൻ്റെ ഔട്ട് പോകുന്നത് ഇൻവെർട്ടർ ബോർഡിൻ്റെ. നമ്മൾ ബാറ്ററി കൊടുത്ത ശേഷം കണക്ട് ചെയ്യാൻ നിൽക്കരുത്. കണക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇത് ഓണാക്കുമ്പോഴേ സ്വിച്ചൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഡയറക്റ്റ് AC കറണ്ട് കയറി വരും.
ഓക്കെ, നമുക്ക് വിട്ട് വെക്കാം. ഇനി നമുക്ക് ബാറ്ററി കൊടുക്കാം. ബാറ്ററിയുടെ നെഗറ്റീവ് ആദ്യം കൊടുക്കാം. അതിനുശേഷം ബാറ്ററിയുടെ പോസിറ്റീവ് ഇവിടെ കൊടുക്കാം. യെസ് ഗായ്സ്, അങ്ങനെ ബൾബ് കത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇത് ഓൺ ആയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പവർ സപ്ലൈ കൊടുത്തിട്ടില്ല, ബാറ്ററി ചാർജറിൻ്റെ ഓൺ ആക്കിയിട്ടില്ല. അതുകൂടെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ബാറ്ററി ചാർജറും കൊടുത്തു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ചാർജ് ആവുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഈ ഒരു സ്വിച്ചും സോക്കറ്റൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഫേസ് വരുന്ന ലൈന് നമുക്ക് സ്വിച്ചിലിട്ട് കണക്ട് ചെയ്യാം. അതുകൊണ്ടൊക്കെ ന്യൂട്രൽ വരുന്ന ലൈൻ നമുക്ക് സോക്കറ്റിൻ്റെ ഏതെങ്കിലും ഒരു കാലിലോട്ട് കൊടുക്കാം. ഇനി സ്വിച്ചിൻ്റെ ഒരു ലെഗിൽ നിന്നും ഒരു വയർ എടുക്കാം. അത് നമുക്ക് ഈ സോക്കറ്റിലോട്ട് കൊടുക്കാം. നമ്മൾ ഈ ഇൻവെർട്ടർ ബോർഡിനകത്തൊക്കെ വയറിന് ഭയങ്കര ക്വാളിറ്റി കുറവാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ വയറെല്ലാം മാറ്റിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള വയർ ഇടുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതിലോട്ട് ഇത് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ വെക്കണമെന്നില്ല, ഒരു ബോക്സ് വെച്ചാലും മതി. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഓപ്പണായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അങ്ങനെ ഞാനിവിടെ സ്വിച്ചും സോക്കറ്റും ഫിറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. സോ ഗായ്സ്, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഇൻവെർട്ടറിൻ്റെ ഏകദേശം പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ബാറ്ററിയോടെ കണക്ട് ചെയ്യാം. ബാറ്ററിയുടെ നെഗറ്റീവ് ആദ്യം കൊടുക്കാം. ബാറ്ററിയുടെ നെഗറ്റീവ് നമ്മുടെ ഈ ചാർജറിൻ്റെയും അതുകൊണ്ടൊക്കെ തന്നെ ഇൻവെർട്ടറിൻ്റെയും നെഗറ്റീവും സെയിം ആണ്. ഈ നെഗറ്റീവിൽ തന്നെ കൊടുക്കാം. അതുകൊണ്ടൊക്കെ തന്നെ പോസിറ്റീവിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊരു ലോഡ് കണക്ട് ചെയ്ത് നോക്കാം. ലോഡ് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുകൊണ്ടൊരു ഫോൾഡർ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിനകത്തോട്ട് കയറ്റി കൊടുക്കാം. ഇതൊരു 60 വാൾട്ടിൻ്റെ ബൾബാണേ. സ്വിച്ച് ഓൺ ആക്കാം. യെസ് ഗായ്സ്, സ്വിച്ച് ഓൺ ആയി കത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇനി നമുക്കൊരു LED ബൾബ് കണക്ട് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഫ്ലിക്കറിങ്ങോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. നോ ഗായ്സ്, ഫ്ലിക്കറിങ് കാര്യങ്ങളൊന്നുമില്ല, അത് നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് 9 വോൾട്ടിൻ്റെ ഒരു LED ആണ്, ഹാവൽസിൻ്റെ. ഇനി നമുക്ക് ഈ മൊബൈലിൻ്റെ ചാർജറോട് കണക്ട് ചെയ്ത് നോക്കാം. യെസ് ഗായ്സ്, അതും ചാർജ് ആവുന്നുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾ ഈ ബാറ്ററി ചാർജ് ചെയ്തുള്ള ലൈനോട് കൊടുക്കുവാണ്. ബാറ്ററി ചാർജ് ലൈൻ ഓണായി. അതാകുമ്പോൾ നമുക്ക് ഈ ഒരു ചാർജിങ് മൊഡ്യൂൾ കത്തും. ഇപ്പോൾ ഈ ചാർജിങ് മൊഡ്യൂളിനകത്ത് നമുക്കൊന്നും കാണിക്കത്തില്ല, ഗ്രീൻ ലൈറ്റാണ് കിടക്കുന്നത്. നമുക്കിതിനകത്തൊരു സോഴ്സ്, അതായത് ഒരു സോഴ്സ് ഇതിനകത്ത് വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനകത്തിട്ട് ചാർജ് ചെയ്യുന്നത് കാണിക്കത്തുള്ളൂ. ജസ്റ്റ് ഈ ബൾബ് വന്നിട്ട് കാണിച്ചു തരാം, അപ്പോൾ കാണാം. കണ്ടില്ലേ, ഇപ്പോൾ ചാർജിങ് കാണിക്കുന്നുണ്ടോ ഇതിനകത്ത്. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച വോൾട്ടേജിനകത്ത് തന്നെ കട്ട് ഓഫ് ആവുകയും കട്ട് ഓൺ ആവുകയും ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു പവർ കൊടുക്കുമ്പോൾ മാത്രമേ അത് ചാർജിങ് സോക്കറ്റ് വർക്ക് ചെയ്യുന്നത് കാണത്തുള്ളൂ. ഇപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യുന്നതിനാണ് റെഡ് LED കത്തിക്കുന്നത്. ഇപ്പോൾ ബാറ്ററിക്കകത്ത് ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നതും എല്ലാം ഇതിനകത്ത് കാണാൻ പറ്റും നമുക്ക്. സോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിത് വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു ഇൻവെർട്ടർ മൊഡ്യൂൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്, അതും ബൈക്കിൻ്റെ ബാറ്ററിക്കകത്തുനിന്ന്. അപ്പോൾ ഇതെല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഈ മൊഡ്യൂൾ ഒഴിച്ച് ബാക്കി എല്ലാം കൂടെ എനിക്കൊരു ഏകദേശം 1000 രൂപയാണ് ചിലവ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുമ്പോഴും നിങ്ങൾക്ക് അടുത്തൊക്കെ സാധനങ്ങൾ കിട്ടുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനതെല്ലാം ഓൺലൈനാണ് മേടിച്ചേക്കുന്നത്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ എത്ര നേരം ബാക്ക് ഇപ്പോൾ നിൽക്കുന്നൊക്കെയുള്ള കാര്യം ഞാൻ ഇത് ചെക്ക് ചെയ്തിട്ട് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ആയതുകൊണ്ട് അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.